ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഹാബിറ്റ്സ് ഉണ്ട് അല്ലേ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നിർത്താൻ വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റത്തില്ല. പക്ഷേ ഇനി ഞാൻ പറയാൻ പോണ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിർത്താവോ അത്രയും നിങ്ങൾ ബെറ്റർ ആവും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അറ്റാച്ച്മെൻറ്റ് ടു യുവർ പാസ്റ്റ്. നമുക്കെല്ലാവർക്കും നല്ലതും ചീത്തയും അല്ലെ മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് പാസ്റ്റ് ഉണ്ടാവും. എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഈ പാസ്റ്റിലുണ്ടായ സന്തോഷ കാര്യങ്ങളിലല്ല നമ്മൾ മിക്കവരും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഈ പാസ്റ്റിലുണ്ടായ നെഗറ്റീവ് കാര്യങ്ങൾ, അതിൽ നിന്ന് നമുക്ക് വിട്ടുപോരാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മൾ പറയും കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെപ്പോഴും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു വിഷമത്തെ അല്ലെ ആ ഒരു സങ്കടത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ആലോചിച്ച് എപ്പോഴും ആ ഒരു കാര്യം തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിനെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ നമ്മൾ നിർത്താൻ നമ്മൾ പഠിക്കണം. ഇപ്പം ഈ ഒരു സ്വഭാവം ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാവും. ഈ പറഞ്ഞ ഒരു അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ ഇനി നമുക്ക് തിരുത്താനോ അല്ലെങ്കിൽ പോയിട്ടോ ഒന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ സ്ഥിതിക്ക് അതിനെ അങ്ങനെ വിടുക. അതിന് വേണ്ടിയിട്ട് ഇനിയും സമയം കളയാണ്ട്, അതിന് വേണ്ടിയിട്ട് ഇനിയും വിഷമിച്ചിരിക്കാണ്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റ്, പാസ്റ്റിലേക്കുള്ള ആ ഒരു പ്രശ്നത്തെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ഇനി മുന്നോട്ട് നമ്മളെ എങ്ങനെ നന്നായിട്ട് നോക്കാം, എങ്ങനെ നമുക്ക് എന്താ പറയുക സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, നമ്മളിൽ എങ്ങനെ എഫേർട്ട് എടുത്ത് നമുക്ക് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അപ്പം അറ്റാച്ച്മെൻറ്റ് ടു യുവർ പാസ്റ്റ് ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അവോയ്ഡ് ചെയ്യുക, ആ ഒരു തോട്ടേ മാറ്റുക. ദെൻ ട്രൈ ടു അവോയ്ഡ് ടു ബി എ പീപ്പിൾ പ്ലീസർ, അല്ലെങ്കിൽ ട്രൈങ് ടു പ്ലീസ് എവറി വൺ. നമ്മളിപ്പം എന്താ പറയുക, പീപ്പിൾ പ്ലീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നോ പറയാൻ മടിയുള്ളവരാണ് മിക്കവരും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയവും എഫേർട്ടും എടുത്ത് നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അത് പക്ഷേ എന്താ പറയുക, അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം മേ ബി, പക്ഷേ അവരത് വാല്യൂ ചെയ്യുന്നില്ല, അല്ല നമ്മളെ അവിടെ വാല്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിട്ട് എന്താ കാര്യം. അപ്പം ഒരാളുടെയും നല്ല സർട്ടിഫിക്കറ്റ് കയറി പറ്റിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നമുക്ക് എവിടാണോ നോ പറയേണ്ടത്, അല്ലെ നമുക്ക് എവിടാണോ ചെയ്യാൻ പറ്റാത്തത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. എല്ലാത്തിനും ഓരോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ആ ബൗണ്ടറിയുടെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിക്ക് അവിടെ നിർത്തുക. എനിക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ട്, വേറെ ഒരു കൊളീഗ് അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് ഇത് ചെയ്തു തരാമോ, എനിക്കിപ്പം സമയമില്ല, പ്ലീസ് എടാ നീ ഇന്ന് ഇതാക്കുമോ, അങ്ങനെ പറഞ്ഞ് ചെയ്തു തരാം. എനിക്കിപ്പോൾ എൻ്റെ വർക്കാണ് പ്രയോറിറ്റി. അതിന് പകരം നമ്മൾ വേറൊരാൾക്ക് ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യണ്ടെന്നല്ല, പക്ഷേ ഒരു പ്ലീസറായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അയ്യോ അവരെന്ത് വിചാരിക്കും, ഞാനിപ്പോൾ നോ പറഞ്ഞാൽ അവർക്കത് ഹേർട്ടാവോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളത് അത് നിർത്തുക. ദെൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സും കാര്യങ്ങളും ഉണ്ടാവും. ഞാനിന്ന് വീട്ടിലാണ്, അപ്പം അതിൻ്റേതായ കുറച്ച് സൗണ്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. ദെൻ തേർഡ് പോയിന്റ് വന്നിട്ട് എക്സ്റ്റേണൽ ഒപ്പീനിയൻസ്. നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവർ വേണം. നമ്മുടെ അച്ഛൻ, അമ്മ അല്ലെ പാർട്ട്ണർ ഇത് കഴിഞ്ഞിട്ട് വേറൊരാൾ നമ്മുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കരുത്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിലൊരു കാര്യം ഉണ്ടെങ്കിൽ അത് അപ്പാർട്ട് ഫ്രം അതൊരു നെഗറ്റീവാണ് ആക്ച്വലി. അച്ഛനും അമ്മയും കഴിഞ്ഞ് അമ്മയുടെ കസിൻസിനൊക്കെ അടുത്ത് ഡിസ്കസ് ചെയ്യും. ഈവൻ പേഴ്സണൽ ആണെങ്കിൽ എന്താണേലും എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻ എന്താണോ അതുകൊണ്ടൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഓവറോൾ പറഞ്ഞ ആൾ ചേഞ്ച് ആവുന്നുണ്ട്, എന്നാൽ പോലും ഒരിക്കലും എത്രയൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള കസിൻസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, എക്സ്റ്റേണൽ ഒപ്പീനിയൻസ് കേൾക്കണ്ടെന്നല്ല, ബട്ട് ഫൈനൽ ഡിസിഷൻ നമ്മുടെ ആയിരിക്കണം. അതിൽ വേറൊരാൾ കയറി പറഞ്ഞ പോലെ അഭിപ്രായം പറയാൻ നിൽക്കാൻ ഇടയുണ്ടാക്കരുത്. സോ അങ്ങനെ എക്സ്റ്റേണൽ ഒപ്പീനിയൻ കേൾക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതും ഇതുപോലെ നിർത്തുക. ദെൻ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്കതുണ്ട്, അവരത്രയും നേടിയില്ല, ഞാൻ ഈ പ്രായത്തിൽ എന്ത് ചെയ്തു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഓരോരുത്തർക്കും ഓരോരോ സമയമുണ്ട്. ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാം സെറ്റായി എല്ലാം കയറിപ്പോയി എന്ന് വിചാരിച്ച് നമുക്കങ്ങനെ പറ്റണമെന്നില്ല. അത് ഓരോരോ തവണ നമ്മൾ ചെയ്താണ് നമ്മൾ ആ സാധനത്തിന് നമ്മളതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് എന്നുള്ള രീതിക്ക് എത്തിക്കുന്നത്. അത് ഓരോരുത്തർക്കും
ഈ പറഞ്ഞ പോലെ ടൈമിങ്ങിൽ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ എന്താ കാര്യങ്ങൾ നേടിയെടുക്കാനും എല്ലാത്തിനും ഡിഫറൻസ് ആയിട്ടുണ്ട്. മീൻസ് ഡിഫറൻസ് ഇൻ ദ സെൻസ് സമയം എടുക്കും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഒരാൾക്ക് തൊട്ടടുത്താണെങ്കിൽ അടുത്ത ആൾക്ക് കുറേ നടക്കേണ്ടി വരും, അതങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കതായില്ലല്ലോ, ഞാനതാവാൻ പറ്റിയില്ലല്ലോ, നമുക്കതാവാൻ പറ്റില്ലേ, അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് വേണ്ടി വെച്ചേക്കുന്നത്. സോ അങ്ങനത്തെ കമ്പാരിസൺ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ യുണീക്കാണ്, നമുക്ക് നമ്മുടേതായ ഒരു യുണീക്നെസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സ്ട്രെങ്ത്തിൽ ഫുൾ കോൺഫിഡൻസ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഈ കമ്പാരിസൺ ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ദെൻ ഫിയർ ഓഫ് ഫെയിലിയർ, തോൽവികളെ ഭയന്ന് പലരും ഒളിച്ചോടാറുണ്ട് ഇൻ ദ സെൻസ് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് തോറ്റു, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കാണാറുണ്ട്. ആക്ച്വലി ഇവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പേടി അല്ലെ തോൽവി സംഭവിച്ചിട്ടില്ല, അല്ലെ തോൽക്കാനുള്ള ഭയമാണ് അവർക്ക് ഈ എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ തോറ്റാണ് നമ്മൾ ഒരു റിസൾട്ട് മെയിൻ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള മഹാന്മാരുടെ കഥകളൊക്കെ എടുത്തു വെച്ച് നോക്കിക്കേ, എല്ലാവർക്കും തോൽവികൾ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ആ തോൽവികളിൽ കൂടെ അവർ ഗോ ത്രൂ ചെയ്തുകൊണ്ട് മാത്രമാണ് അവരിന്ന് അറിയപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തോൽവികളെ ഭയക്കാതെ, അല്ലെ അതിനോടൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല. നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പഠിക്കുന്നത്. മറ്റേ ഇരുന്നിട്ട് വേണം കാലം നീട്ടാൻ എന്ന് പറയില്ലേ, അതേപോലെയാണ്. നമുക്ക് ഒരു കാര്യത്തെ പെട്ടെന്ന് പഠിക്കുന്നതിന് പകരം അതിനെ പല 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 ചലഞ്ചസ് നമുക്ക് തന്ന്, അല്ലെ പല പല ഫെയിലിയേഴ്സ് നമുക്ക് തന്നിട്ടായിരിക്കും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത്. സോ ഫിയർ ഓഫ് ഫെയിലിയർ അത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റുക. ദെൻ ഒരു ഫൈനൽ പോയിന്റ് വന്നിട്ട് അൺറിയലിസ്റ്റിക് കമ്പാരിസൺ. എന്താ അല്ലെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് എന്നൊക്കെ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വിചാരിക്കുകയാണ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു പെട്ടി നിറയെ കാശുമായിട്ട് ഒരാൾ വരുന്നു. വെറുതെ ഇങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ വന്നാൽ കൊള്ളായിരിക്കും, എൻ്റെ മുറി ഇത്രേ ഉള്ളൂ, പക്ഷേ ഈ സ്പേസ് ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, നാളെ ഒരുപാട് പേര് എന്നെ പൈസ കൊണ്ടുവന്ന് സഹായിക്കും, അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് പോയി കാണണം. ദെൻ ഈ പറഞ്ഞ പോലത്തെ ഒരിക്കലും നടക്കത്തില്ലാത്ത ഇങ്ങനത്തെ ഒരു ഫാൻസി വേൾഡിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വിട്ടുകളയുക. അതൊന്നും നടക്കത്തില്ല, അതങ്ങനെയാണ്. ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻസ് പോലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട വർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക, റിസൾട്ട് വന്നോളും, അത് താനേ വന്നോളും. ഇന്നല്ലേ നാളെ അതിനുള്ള റിസൾട്ട് കിട്ടും. പക്ഷേ ഞാനിത് ചെയ്താൽ എനിക്കത് കിട്ടും, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റണം. അപ്പം ഈ പറഞ്ഞൊരു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് നോക്കിക്കുക. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിപ്പം ഈ നിമിഷം തന്നെ ഒന്ന് ചേഞ്ച് ചെയ്തേ, നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും കുറേ നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.